നമസ്കാരം, ഞാൻ ഡോക്ടർ നമിത. മലബാർ മെഡിക്കൽ കോളേജ് ശ്രീ ആഞ്ജനേയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസ് കോഴിക്കോട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറിയിലെ അസോസിയേറ്റ് പ്രൊഫസറായി വർക്ക് ചെയ്യുന്നു. ജൂലൈ 27 ലോകമെങ്ങും ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ ഡേ ആയിട്ടാണ് ഒബ്സർവ് ചെയ്യുന്നത്. മുഖത്തും വായിലും വരുന്ന ക്യാൻസർ അത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മുന്നോട്ട് കൊണ്ടുവന്ന ഒരു വീഡിയോ നമ്മുടെ സിനിമാ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ്. അതായത് ഒരാൾക്ക് വായിൽ പുകയില ഉപയോഗിച്ചതിന് ശേഷം വായിൽ ക്യാൻസർ വരുന്നതായിട്ടും ആ ക്യാൻസർ വരുന്നതിന് ശേഷം അതിന്റെ ദുരിതങ്ങളും ആ ഫാമിലി അനുഭവിക്കുന്ന ദുരിതങ്ങളും വളരെ വ്യക്തമായി തുറന്നു കാണിക്കുന്ന ഒരു വീഡിയോ. അതായിരിക്കണം എല്ലാ മലയാളികൾക്കും നമ്മുടെ മനസ്സിലേക്ക് മുഖത്തെ അല്ലെങ്കിൽ വായിലെ ക്യാൻസർ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ആദ്യം വരുന്നത്. ഈ ഒരു വീഡിയോയിൽ കൂടെ നമുക്ക് ഗവൺമെന്റ് തരുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ കാര്യം, ഈ ഒരു അസുഖം കാരണം നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന ഒരു ബേർഡൻ, അതായത് ഇന്ത്യയിൽ ഇന്ന് ആദ്യത്തെ ഏറ്റവും കൂടുതലായി ഇൻസിഡൻസ് ഉള്ള ആദ്യത്തെ 3 ക്യാൻസറുകളിൽ ഒന്നാണ് ഓറൽ ക്യാൻസർ. അതായത് ഇൻ മെൻ അത് സെക്കൻഡ് മോസ്റ്റ് കോമൺ ക്യാൻസർ ആയിട്ടും ഇൻ വിമൻ അത് തേർഡ് മോസ്റ്റ് കോമൺ ക്യാൻസർ ആയിട്ട് ഇന്നും നിലനിൽക്കുന്നു. ആൻഡ് റീസെന്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ട്രെൻഡ് ഇസ് ഓൺ ആൻ ഇൻക്രീസിംഗ് റേറ്റ്. അതായത് നമ്മുടെ ഡേ ബൈ ഡേ ക്യാൻസർ രോഗികൾ, വായിലെ ക്യാൻസർ രോഗികളുടെ എണ്ണം ദിവസം തോറും കൂടി വരികയാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സൊസൈറ്റിക്ക് ഉണ്ടാവുന്ന ഈ വായിലെ ക്യാൻസർ എന്നുള്ളൊരു കാരണം കൊണ്ട് സൊസൈറ്റിക്ക് ഉണ്ടാവുന്ന ബർഡൻ വളരെയധികം ഹ്യൂജ് ആണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആ ആഡിലൂടെ ഗവൺമെന്റ് നമുക്ക് കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെക്കൻഡ് തിങ് ഈസ്, ഈവൻ ദോ ഇതൊരു വളരെ മാരകമായിട്ടുള്ള വളരെ ദുരിതപൂർണമായിട്ടുള്ള ഒരു അസുഖമാണെങ്കിൽ പോലും ഇറ്റ് ഈസ് എ ടോട്ടലി എ പ്രിവെന്റബിൾ ക്യാൻസർ. അതായത് നമുക്ക് തികച്ചും പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന വളരെ കുറച്ച് ക്യാൻസറുകളിൽ ഒന്നാണ് വായിലെ ക്യാൻസർ. അതിന്റെ മെയിൻ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിലെ ക്യാൻസർ ഉണ്ടാവുന്ന രീതി തന്നെയാണ്. അതിന്റെ മെയിൻ രീതി എന്ന് പറയുന്നത് പുകയില കൊണ്ടും അതർ ഹാബിറ്റ്സ് കൊണ്ടും. അതിനെപ്പറ്റി വിശദമായി നമുക്ക് നോക്കാം. ഹാബിറ്റ്സ് കാരണം ഉണ്ടാവുന്ന ഒരു അസുഖമായതുകൊണ്ട് ഇത് ടോട്ടലി അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3/4 ഓഫ് ദ കേസസ് ആർ പ്രിവെന്റബിൾ. അതുകൊണ്ട് തന്നെ അതിനെ പറ്റിയിട്ടുള്ള അറിവ് ഓരോ ആൾക്കാർക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രിവെന്റബിൾ ആയതുകൊണ്ട് തന്നെ അതിനെ പറ്റിയിട്ടുള്ള അറിവുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് മൂന്നാമത്തെ കാര്യം, ഈ ഒരു അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കോൺസിക്വൻസസിനെ പറ്റിയിട്ട് ബോധവാന്മാരാവുക. അതായത് ആ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒരാൾക്ക് മുഖത്തുണ്ടാവുന്ന ക്യാൻസർ ബാക്കിയുള്ള ക്യാൻസറിൽ നിന്ന് വ്യത്യസ്തമായ കോൺസിക്വൻസസ് ആണ്. അതായത് ശ്വാസം വലിക്കാനും ഉച്ചാരണത്തിനും, അതായത് സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും, അതായത് മുഖത്തിന്റെ ഒരു ആകൃതി മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ വേണ്ടതായിട്ടുള്ള ഒരു മുഖത്തിന് ഉണ്ടാവുന്ന ക്യാൻസർ ആയതുകൊണ്ട് തന്നെ അതിന്റെ കോൺസിക്വൻസസ് മെന്റലി, ഫിസിക്കലി ആൻഡ് സോഷ്യലി ഇറ്റ് ഇസ് കുറച്ച് സാധാരണ ക്യാൻസറുകളെക്കാളും കൂടുതലാണ്. എന്തുകൊണ്ടാണ് നമുക്ക് വായിൽ ക്യാൻസർ ഉണ്ടാവുന്നത് എന്ന് നോക്കാം. കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. ഏറ്റവും ആദ്യത്തെ കാരണം എല്ലാവർക്കും അറിയാവുന്നതുപോലെ പുകയില, ടൊബാക്കോ തന്നെയാണ്. അതിലടങ്ങിയിരിക്കുന്ന കാർസിനോജൻസ്, അതിലടങ്ങിയിരിക്കുന്ന കെമിക്കൽസ് ആർ ഹൈലി കാർസിനോജനിക്. ഇനി ടൊബാക്കോ തന്നെ നമുക്ക് സ്മോക്ക്ലെസ് ഫോമിലും ഉണ്ട്, സ്മോക്കിംഗ് ഫോമിലും ഉണ്ട്. സ്മോക്കിംഗ് ഫോം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ സിഗരറ്റ്സ്, ബീഡി. സ്മോക്ക്ലെസ് ഫോം എന്ന് പറയുമ്പോഴത്തേക്ക് ഗുഡ്ക, പാൻ മസാല, അതുപോലെയുള്ള കാര്യങ്ങളാണ് സ്മോക്ക്ലെസ് ഫോം എന്ന് പറയുന്നത്. രണ്ടും ഈക്വലി കാർസിനോജനിക് ആണ്. രണ്ടിന്റെയും ക്യാൻസർ ഉണ്ടാക്കാനുള്ള പൊട്ടൻഷ്യൽ ഒരേപോലെയാണ്. ഇതല്ലാതെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സ്മോക്ക് ചെയ്യുന്ന ആൾക്ക്, അതായത് ആദ്യം സിഗരറ്റ് വലിക്കുന്ന ആൾക്ക് ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് ഫസ്റ്റ് ഹാൻഡ് സ്മോക്കിംഗ് എന്ന് പറയുന്നത്, ആ വലിക്കുന്ന ആൾക്ക് തന്നെ. രണ്ടാമതെന്ന് പറയുന്നത് അത് പാസീവ് സ്മോക്കിംഗ്, ആ സിഗരറ്റ് വലിക്കുന്നത് ശ്വസിക്കുന്ന ആൾക്ക് ഉണ്ടാവുന്ന കാർസിനോജനിക് ഇഫക്ട്, അതിനെ നമ്മൾ പാസീവ് സ്മോക്കിംഗ് ഓർ സെക്കൻഡ് ഹാൻഡ് ഇഫക്ട് എന്ന് പറയും. ഇത് രണ്ടും അല്ലാതെ നമ്മൾ അധികമായി ഡിസ്കസ് ചെയ്യാത്തൊരു ടോപ്പിക്കാണ്, ബട്ട് ഇറ്റ്സ് എ റിയൽ വൺ, ദാറ്റ് നമുക്ക് തേർഡ് ഹാൻഡ് സ്മോക്കിംഗ്, അതായത് ഈ കെമിക്കൽസ്, ഈ പുറത്തേക്ക് പോകുന്ന സ്മോക്കിംഗ് പുറത്തേക്ക് പോകുന്ന കെമിക്കൽസ് ചുറ്റിനുമുള്ള എൻവയോൺമെന്റിലും അതേപോലെ ചുറ്റിനുമുള്ള പ്രതലത്തിലും അടിഞ്ഞുകൂടി അതുമായി കോണ്ടാക്ട് വരുന്ന ആൾക്കും തേർഡ് ഹാൻഡ് ഇഫക്റ്റ് വഴി കാർസിനോജൻസിസ് ഉണ്ടാവാം, അത് ക്യാൻസർ ഉണ്ടാവാം. ആ എഫക്റ്റിനെ പറ്റി അധികം ആരും ഡിസ്കസ് ചെയ്യപ്പെടാത്തൊരു ഏരിയ ആണ്. പക്ഷെ ഇറ്റ് ഇസ് റിയൽ ആൻഡ് ഇറ്റ് ക്യാൻ കോസ്
വൈറൽ ക്യാൻസർ. ഇനിയും സ്മോക്കിംഗ് അല്ലാതെ മറ്റെന്ത് കാരണങ്ങളാണ് ക്യാൻസർ ഉണ്ടാവാൻ, വായിലെ ക്യാൻസർ ഉണ്ടാവാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മൾ പറയുന്നത് മദ്യപാനം, അതായത് ആൽക്കഹോൾ കൺസംഷൻ ആണ്. മദ്യപാനം മാത്രമായിട്ട് വായിലെ ക്യാൻസർ ഉണ്ടാക്കില്ല, പക്ഷെ മദ്യപാനം ഇൻ അസോസിയേഷൻ വിത്ത് സ്മോക്കിംഗ് ആൻഡ് അതർ ഫാക്ടേഴ്സ് വിച്ച് ക്യാൻ കോസ് ക്യാൻസർ, അത് കുറച്ചും കൂടി റേറ്റ്സ് പെട്ടെന്നാക്കുകയാണ് ചെയ്തത്. ഇറ്റ് വിൽ ആക്ട് ലൈക്ക് എ കാറ്റലിസ്റ്റ്. അതിനെ സ്പീഡപ്പ് ചെയ്യാനായിട്ട്, കാർസിനോജൻസ് സ്പീഡപ്പ് ചെയ്യാനായിട്ട് ബാക്കി ഫാക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ആൽക്കഹോൾ ആൻഡ് അതർ ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഇനിയും ഏറ്റവും അൺഫോർച്ചുനേറ്റ് ആയിട്ട് തോന്നിയ ഒരു കോസറ്റീവ് ഏജന്റ് എന്ന് പറയുന്നത് ക്രോണിക് ഇറിറ്റേഷൻ ആണ്. ക്രോണിക് ഇറിറ്റേഷൻ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ വായിൽ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു കൂർത്ത ഒരു പല്ലുണ്ടെന്ന് വിചാരിക്കുക. അത് കുറെ കാലമായിട്ട് നാക്കിന്റെ സൈഡിലോ അല്ലെങ്കിൽ കവിളിന്റെ സൈഡിലോ ഒരഞ്ഞൊരഞ്ഞ് അവിടെ ഒരു പുണ്ണുണ്ടാവുക. ആ പുണ്ണ് ഉണങ്ങാതെ അങ്ങനെ തന്നെ അവിടെ കുറെ കാലമായിട്ട് നിൽക്കുന്നു. ഒരു പക്ഷേ ആ പേഷ്യന്റ് അതിനെ പെർസീവ് ചെയ്യുന്നത് ഒരു മുറിവ് ഉണങ്ങുന്നില്ല, ചിലപ്പോൾ ഞാൻ ഡയബറ്റിക് ആണ് അതുകൊണ്ട് ഉണങ്ങുന്നില്ല, എന്തുകൊണ്ടോ ആ മുറിവ് ഉണങ്ങുന്നില്ല എന്ന് മാത്രമായി കരുതി അതിനെ നിസ്സാരമായി തള്ളിക്കളയാറുണ്ട്. പക്ഷെ ഇത് പിന്നീട് നമ്മളുടെ അടുത്ത് വന്ന് അത് പരിശോധിക്കുമ്പോഴത്തേക്കാണ് അത് മുറിവ് അല്ലെങ്കിൽ പുണ്ണ് എന്നുള്ള നിലയിൽ നിന്ന് മാറി ക്യാൻസർ എന്ന ഒരു എൻറ്റിറ്റി അതിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ ഡയഗ്നോസ് ചെയ്യുമ്പോഴാണ് ആ എൻറ്റയർ സിനേറിയോ മാറുന്നത്. അത് ശരിക്കും നമ്മൾ വിചാരിക്കുന്നതിലും വളരെ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് ക്രോണിക് ഇറിറ്റേഷൻ ലീഡിങ് ടു മെലിഗ്നൻസി. അതായത് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഷാർപ്പ് വസ്തു വായിൽ ഇരുന്ന് അത് പിന്നീട് മെലിഗ്നൻസി ആയിട്ട് മാറാം, ക്യാൻസറസ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആയിട്ട് മാറാം എന്നുള്ളത് വളരെ കോമൺലി കാണുന്ന ഒരു പ്രതിഭാസം. മറ്റൊരു ഫീച്ചർ കോസറ്റീവ് ഏജന്റ് എന്ന് പറയുന്നത് വൈറൽ ഇറ്റിയോളജിയാണ്. ചില വൈറസുകൾ ഉണ്ടാക്കുന്ന ലീഷനുകൾ, വൈറസുകൾ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ അത് മെലിഗ്നൻസിയിലേക്ക് മാറാനുള്ള സാധ്യതകളും ഉണ്ട്. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഉണ്ടാക്കുന്ന ലീഷൻസ് പിന്നീട് മെലിഗ്നൻസി ആയിട്ട് മാറുന്നതാണ്. അതിനെ പറ്റിയിട്ട് ഒരുപാട് റിസർച്ചസും നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ HPV വാക്സിൻസ് ഏകദേശം 10 വയസ്സിന് താഴെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും 10 വയസ്സിന് താഴെ HPV വാക്സിൻസ് ഓപ്ഷണൽ വാക്സിൻസ് ആയിട്ട് അവൈലബിൾ ആണ്, വിച്ച് ഇസ് എ വെരി ഗുഡ് പ്രിവെന്റീവ് കെയർ ഫോർ HPV റിലേറ്റഡ് മാലിഗ്നൻസീസ്. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള അവയർനെസ്സും മാക്സിമം ആൾക്കാരിൽ എത്തിക്കേണ്ടതും അടുത്ത ജനറേഷനിലേക്ക് HPV റിലേറ്റഡ് മാലിഗ്നൻസീസ് പ്രിവെന്റ് ചെയ്യാനും ഒരു വെരി വെരി ഇമ്പോർട്ടന്റ്. ഇനി എന്തൊക്കെയാണ് വായിലെ ക്യാൻസറിന്റെ ലക്ഷണങ്ങളെന്ന് നോക്കാം. അതായത് ഒരു രാത്രി ഓവർനൈറ്റ് കൊണ്ടുണ്ടാവുന്ന ഒരു അസുഖമല്ല ക്യാൻസർ എന്ന് പറയുന്നത്, അതൊരു സ്പെക്ട്രമാണ്. അതായത് നമുക്ക് വായിന്റെ ചർമ്മത്തിലുണ്ടാവുന്ന മ്യൂക്കോസയിലുണ്ടാവുന്ന ചേഞ്ചസ്, ചെറിയ ചെറിയ ചേഞ്ചസിന് ശേഷമാണ് അതൊരു ക്യാൻസറസ് ആയിട്ട് മാറുന്നത്. അതെന്തൊക്കെയാണ് ആ ചേഞ്ചസ് നോക്കിക്കഴിഞ്ഞാൽ, വെളുത്ത പാടുകൾ വായിന്റെ ഉള്ളിൽ കാണുന്ന അൺഎക്സ്പ്ലെയിൻ, നമുക്ക് വേറെ ഒന്നുമായി അട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള വെളുത്ത പാടുകൾ, ചിലർക്ക് രക്ത കളറിലുള്ള അതായത് റെഡ് ആയിട്ടുള്ള പാടുകൾ, പിന്നെ വായ തുറക്കുമ്പോഴത്തേക്ക് ഒരു പിടുത്തം അനുഭവപ്പെടുക, വായ ഫുള്ളായി തുറക്കാൻ പറ്റാതെ ഫൈബ്രസ് ആയിട്ടുള്ള ബാൻഡ്സ് ചുറ്റിനും വായ്ക്ക് ചുറ്റിനുമുണ്ട് എന്നുള്ളത്, വായ തുറക്കാൻ പറ്റാത്തത്, നാക്കിന്റെ ചുറ്റിനുമുള്ള പാപ്പില, അതായത് നമ്മുടെ ടേസ്റ്റ് ബഡ്സ് അടങ്ങുന്ന പാപ്പില ടോട്ടലി സ്മൂത്തായി റൗണ്ട് ടങ്ങായി മാറുക. അതേപോലെ നമ്മുടെ വായിലൊരു ബേണിംഗ് സെൻസേഷൻ ഉണ്ടാവും, ഒരു പൊകച്ചില് പോലെ എപ്പോഴും തോന്നുക, എവിടെയെങ്കിലും നമുക്കൊരു നംനെസ് അഥവാ ഒരു തരിപ്പ് പോലെ അനുഭവപ്പെടുക, ഒരു കാരണങ്ങളില്ലാതെ, അതായത് പെരിഡോണ്ടൽ വീക്ക്നിങ്, അതായത് യാതൊരു കാരണങ്ങളും ഇല്ലാതെ ഉണ്ടാവുന്ന പല്ലുകളുടെ ഇളക്കം, അതുപോലെ പല്ലുകളിൽ നിന്നും മോണകളിൽ നിന്നും അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ട് വരുന്ന ബ്ലീഡിങ്, വേറെ കാരണങ്ങളൊന്നും ഇല്ല ഉണ്ടാവാതെ വരുന്ന ബ്ലീഡിങ്ങുകൾ, അതുപോലെ നമ്മുടെ താടിയെല്ലിനുണ്ടാവുന്ന സ്വെല്ലിംഗ്, താടിയെല്ലിനുണ്ടാവുന്ന ഒരു വളർച്ച, ഇതെല്ലാം പല രീതിയിലും വളർച്ച, അതല്ലെങ്കിൽ ഇതെല്ലാം നമുക്ക് ഒരു രീതിയിൽ മാലിഗ്നൻസിയുടെ സിംറ്റംസ് ആയിട്ട് കണ്ടുവരാറുണ്ട്. അപ്പം ഈ സ്പെക്ട്രം, അതായത് ഇങ്ങനത്തെ സിംറ്റംസിനെ, അതായത് മലിഗ്നൻസിക്ക് മുമ്പ് നമ്മുടെ വായിൽ കാണിക്കാറുണ്ടാവുന്ന ഈ ലീഷൻസിനെ നമ്മൾ പ്രീ മലിഗ്നന്റ് ലീഷൻസ് എന്നാണ് പറയുന്നത്. ആൻഡ് മോസ്റ്റ് ഓഫ് ദം ആർ ഇഫ് ഇറ്റ് ഇസ് ഡിറ്റക്റ്റഡ് പ്രോപ്പർലി അറ്റ് പ്രോപ്പർ ടൈം, ഈ ലീഷൻസ് മലിഗ്നൻസിയിലേക്ക് എത്തുന്നതിന് മുമ്പേ നമുക്ക് പ്രിവെന്റ് ചെയ്യാം. അതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാലിറ്റി എന്ന് പറയുന്നത്. ഇത് നമുക്ക് ടോട്ടലി പ്രിവെന്റ് ചെയ്യാം ഫ്രം ബീങ് പ്രോഗ്രസിംഗ് ഇൻ ടു എ ക്യാൻസർ സ്റ്റേറ്റ്.
സ്റ്റേജ്. അപ്പൊ ഈ ടൈമിലുള്ള പ്രോപ്പർ റെക്കഗ്നീഷൻ ആൻഡ് പ്രോപ്പർ മാനേജ്മെന്റ് ഓഫ് ദ പ്രീ മാലിഗ്നന്റ് ലീഷൻ ഇസ് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ഫോർ ദ പ്രിവെൻഷൻ ഓഫ് ദി ഓറൽ ക്യാൻസർ എന്ന് തന്നെ നമുക്ക് പറയാം. ഇനിയും ക്യാൻസർ എങ്ങനെയാണ് നമ്മൾ ചികിത്സിക്കുക എന്ന ചോദ്യം വരുമ്പോഴത്തേക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ക്യാൻസർ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്, അതായത് എങ്ങനെയാണ് അത് പ്രോഗ്രസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഒരു പെർട്ടിക്കുലർ ഏരിയ, ഫോർ എക്സാമ്പിൾ നമ്മുടെ നാക്കിന്റെ താഴെ അല്ലെങ്കിൽ ഈ ഭാഗത്ത് താടിയലിൽ നമുക്കൊരു ക്യാൻസർ വന്നു എന്ന് വിചാരിക്കുക. അത് ആ ഒരു ഏരിയയിലേക്ക് ഒതുങ്ങാതെ അത് ഫുൾ അടുത്തുള്ള ഏരിയയിലേക്ക് മുഴുവനായിട്ടും വികസിക്കും. ആ ട്യൂമർ അവിടെ ഇരുന്ന് അടുത്തുള്ള ഏരിയയിലേക്ക്, അതിപ്പോ മസിൽ ഉണ്ടെങ്കിൽ മസിലിലേക്ക്, നെർവ് ഉണ്ടെങ്കിൽ നെർവിലേക്ക്, അല്ലെങ്കിൽ സ്കിൻ ആണെങ്കിൽ സ്കിന്നിലേക്ക് അത് വളർന്ന് ലോക്കലി ഇൻവേഡ് ചെയ്ത് അടുത്തുള്ള എല്ലാ ടിഷ്യൂസിനെയും ഇൻവേഡ് ചെയ്ത് അത് വലുതാവാനുള്ള ശ്രമം നടത്തും. അത് ഒരു തരം ലോക്കൽ ഇൻവേഷൻ, ട്യൂമർ തന്നെ ഇരുന്ന് വലുതാവുക. ഇനിയും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ട്യൂമർ സെൽ ലിംഫാറ്റിക് വെസൽസ് വഴി നമ്മുടെ കഴലകളിലേക്ക്, കഴുത്തിലെ കഴലകളിലേക്ക് അത് പടർന്ന് ഇറങ്ങുകയാണ് ചെയ്യാറ്. അതിനാണ് ലിംഫാറ്റിക് നോഡ്സിന്റെ ഇൻവേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ലിംഫാറ്റിക് നോഡ്സിലേക്ക് നമുക്കത് ക്യാൻസർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്റ്റേജ് കുറച്ചും കൂടെ അധികം മോശമായി, അതായത് ട്യൂമർ വളരെയധികം പ്രോഗ്രസ് ചെയ്തു, അത് ലിംഫാറ്റിക്സിലേക്കും കടന്നിരിക്കുന്നു. ഇനി അതിനുശേഷമുള്ള എഫക്ട് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് ക്യാൻസറിന്റെ കോശങ്ങൾ ബ്ലഡ് സ്ട്രീമിലേക്ക് ഇൻവേഡ് ചെയ്ത് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് മെറ്റസ്റ്റൈസ് ചെയ്യുക. അതായത് ലങ്സിലേക്കോ ലിവറിലേക്കോ ഒക്കെ നമുക്ക് ബോണിലേക്കോ ഒക്കെ ബ്രെയിനിലേക്കോ ഒക്കെ ഡെപ്പോസിറ്റഡ് ആവുക ഈ ക്യാൻസറിന്റെ സെല്ലുകൾ. എന്നിട്ട് അവിടെയും ഒരു സെക്കൻഡറി ട്യൂമറായി അത് വളർന്നു വലുതാവുക. ഈ പ്രോഗ്രഷനാണ് നമ്മുടെ ട്രീറ്റ്മെന്റും ഒരാളുടെ പ്രോഗ്നോസിസും, അതായത് ഒരാൾക്ക് ക്യാൻസറിൽ നിന്ന് എത്രത്തോളം രക്ഷപ്പെടാം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത്. അതായത് പൊതുവെ നമ്മൾ പറയാറുള്ള സ്റ്റേജ് തീരുമാനിക്കുന്നത് ഇതിന്റെ ഏത് ലെവലിൽ നമ്മൾ ക്യാൻസർ എത്തി എന്നുള്ളതാണ്. അതായത് ട്യൂമർ ഒരു ലോക്കൽ ഏരിയയിൽ മാത്രം ഇരുന്ന് വലുതാവുകയാണോ, അതോ അത് നെക്കിന്റെ നോഡുകളിലേക്ക് പടർന്നോ, അതോ അത് രക്തത്തിലൂടെ മറ്റുള്ള സ്ഥലത്തിലേക്ക് മെറ്റസ്റ്റൈസ് ആയോ എന്ന് നോക്കിയതിനു ശേഷമാണ് ഒരു ഡോക്ടർ ഒരു ക്യാൻസർ പേഷ്യന്റിന്റെ സ്റ്റേജ് തീരുമാനിക്കുന്നത്. ആ സ്റ്റേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ആ സ്റ്റേജ് തന്നെയാണ് ഒരാൾക്ക് എന്ത് ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത്. അതായത് സർജറി ആണോ, റേഡിയോ തെറാപ്പി ആണോ, അതോ പാലിയേറ്റീവ് ആണോ, അതോ കീമോതെറാപ്പി ആണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ഏത് സ്റ്റേജിലാണ് ആ പേഷ്യന്റ് എന്ന് നോക്കിയതിനു ശേഷമാണ്. അതായത് ചെറിയൊരു സർജറി സ്റ്റേജ് 1 സ്റ്റേജ് 2 ഒക്കെ ആകുമ്പോൾ മോസ്റ്റ്ലി ഇറ്റ് വിൽ ഗോ ഫോർ എ സർജിക്കൽ കറക്ഷൻ. ആൻഡ് സ്റ്റേജ് 3 സ്റ്റേജ് 4 കുറച്ചും കൂടെ ഇൻക്യൂറബിൾ ആയി നമ്മൾ കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടെ എക്സ്റ്റെൻസീവ് ആയെന്ന് കണ്ടു കഴിഞ്ഞാൽ സർജറി പ്ലസ് നെക്ക് ഡിസെക്ഷൻ പ്ലസ് നെക്കിലുള്ള കഴലകളും നമ്മൾ റിമൂവ് ചെയ്യും. സർജറി ചെയ്ത് നെക്കിലുള്ള കഴലകളും റിമൂവ് ചെയ്ത് റേഡിയോ തെറാപ്പിയും ചെയ്തിട്ടാണ് ആ ഒരു പേഷ്യന്റിനെ നമ്മൾ ട്രീറ്റ് ചെയ്ത് ശരിയാക്കുന്നത്. അപ്പം ആ സ്റ്റേജ് നിർണ്ണയിക്കുന്നത്, ആ ട്രീറ്റ്മെന്റ് നിർണ്ണയിക്കുന്നത് ഏത് സ്റ്റേജിലാണെന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് മോസ്റ്റ്ലി. ഇനിയും സർജറി എന്ന് പറയുമ്പോൾ തന്നെ മുഖത്തുണ്ടാവുന്ന ഒരു ക്യാൻസറിന്റെ സർജറിക്ക് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുഖത്തുനിന്ന് ഒരു ഇമ്പോർട്ടന്റ് ഏരിയ, ഒരു വൈഡ് ഏരിയ നമ്മൾ സർജറി വെച്ച് എടുത്ത് കഴിയുമ്പോഴത്തേക്കും മുഖത്തിന്റെ ആകൃതി നഷ്ടമാവുന്നു. മുഖത്തിന്റെ വഴി നമ്മൾ വായുടെ ചുറ്റിനുമായതുകൊണ്ട് അതിന്റെ ഫംഗ്ഷൻസും നഷ്ടമാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ നാക്കിൽ നിന്ന് ഒരു പോർഷൻ എടുത്ത് കഴിയുമ്പോൾ അവരുടെ സ്പീച്ച് എഫക്റ്റഡ് ആവും. താടിയിലിന്റെ ഒരു പോർഷൻ എടുത്ത് കളയുകയാണെങ്കിൽ, ട്യൂമർ വന്നൊരു പോർഷൻ എടുത്ത് കളയുകയാണെങ്കിൽ ആ ഏരിയ എസിമെട്രി, അതായത് മുഖത്തിന്റെ ആകൃതി നഷ്ടപ്പെടും. വായിന്റെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ്, വായ തുറക്കാനും അടയ്ക്കാനും ചവയ്ക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സർജറി ചെയ്ത് ട്യൂമർ ഒഴിവാക്കുക എന്നുള്ളതിന്റെ കൂടെ തന്നെ ആ നഷ്ടപ്പെട്ട ഭാഗത്തിന് പകരം ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുക, റീകൺസ്ട്രക്ഷനും കൂടെ നമുക്ക് അത്യാവശ്യമാണ് മുഖത്തിന്റെ സർജറി ആകുമ്പോഴും വായിന്റെ ക്യാൻസർ സർജറി ആകുമ്പോൾ. ഇങ്ങനത്തെ റീകൺസ്ട്രക്റ്റീവ് സർജറി എന്ന് പറയുമ്പോൾ തുടയിൽ നിന്നോ കയ്യിൽ നിന്നോ പല ശരീരത്തിന്റെ വേറെ ഭാഗങ്ങളിൽ നിന്ന് എടുത്ത എല്ലുകളാണെങ്കിൽ എല്ലാണ് നഷ്ടപ്പെട്ടതെങ്കിൽ എല്ല് വെച്ച് റീപ്ലേസ് ചെയ്യാം. മസിലാണ് നഷ്ടപ്പെട്ടതെങ്കിൽ, സ്കിന്നാണ് നഷ്ടപ്പെട്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മൾ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് എടുക്കുന്ന ടിഷ്യൂ വെച്ച് നമ്മൾ അതിനെ മുഖത്തിനെ റീകൺസ്ട്രക്ട് ചെയ്തെടുക്കുന്ന സംവിധാനവും നമുക്ക് ഇന്ന് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസിലുണ്ട്. എന്ന് മാത്രമല്ല അത് ഒരു എന്താ പറയാ, നമുക്ക് നട്ടുപിടിപ്പിക്കുന്നത് പോലെ രക്തയോട്ടം കൂടെ സപ്ലൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക്
മൈക്രോ അനാസ്റ്റമോസിസ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന ഗ്രാഫ്റ്റ് രക്തയോട്ടത്തിലൂടെ അത് സാധാരണ ഒരു അവയവമായി അതിന്റെ ആ ഏരിയയിലെ അവയവമായി പോലെ തന്നെ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രക്തയോട്ടം പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ചികിത്സകളും ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. അതിനുശേഷം നമ്മളിപ്പോൾ ഒരു സർജറി എത്ര റാഡിക്കലായിട്ട്, അതായത് എത്ര വൈഡായിട്ട് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ റിമൂവ് ചെയ്താലും ചെറിയ കോശങ്ങൾ ബാക്കിയിരുന്നാൽ വീണ്ടും ക്യാൻസർ വന്നേക്കാം എന്നുള്ളൊരു റിസ്ക് ഉള്ളതുകൊണ്ട് നമ്മൾ ആ പേഷ്യന്റിനെ ഫോളോ അപ്പിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുക. ഒരു ആദ്യം 1 മന്ത്ലി, 2 മന്ത്ലി, 3 മന്ത്ലി, 6 മന്ത്ലി, ഇയർലി അങ്ങനെ ഫോളോ അപ്പും, അതേപോലെ തന്നെ പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി റേഡിയേഷൻ കൊടുക്കുക, അതേപോലെ കീമോതെറാപ്പി ചെയ്യുക. അങ്ങനെയുള്ള അഡ്ജുവന്റ് മൊഡാലിറ്റീസും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് അലോങ് വിത്ത് ദി സർജറി എന്ന് നമുക്ക് അനുമാനിക്കാം. ഈ ട്രീറ്റ്മെന്റിലൂടെ ഏകദേശം ഓറൽ ക്യാൻസർ പ്രിവെന്റബിൾ ആണ് എന്ന് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓറൽ ക്യാൻസർ ടു എൻ എക്സ്റ്റെന്റ് വെൻ ഇഫ് ഇറ്റ് ഇസ് ഡിറ്റക്റ്റഡ് വെരി ഏർലി ഇറ്റ് ഇസ് ക്യൂറബിൾ ഓൾസോ ടോട്ടലി എന്നുള്ളതാണ് നമുക്ക് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ഇമ്പോർട്ടന്റ് മെസ്സേജ്. അവസാനമായി എനിക്ക് എന്റെ പ്രൊഫസർ ഡോക്ടർ ബാബു മാത്യു സാർ പറഞ്ഞൊരു കാര്യമാണ് നിങ്ങളോട് പറയാനുള്ളത്. അതായത് അദ്ദേഹത്തിനോടൊരു സദസ്സിൽ ഒരാൾ ചോദിച്ചു, എന്താണ് അപ്പം സാറേ നമ്മൾ ഓറൽ ക്യാൻസർ ഉണ്ടാവാൻ, വയലെ ക്യാൻസർ ഉണ്ടാവാനുള്ള പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി നിങ്ങളുടെ അവഗണന എന്നാണ്. അതായത് നമ്മളൊരു പാക്കറ്റ് സിഗരറ്റ് എടുത്താൽ ആ സിഗരറ്റിലെ നമ്മൾ ഹെൽത്ത് ഹസാർഡ് വാർണിംഗ്, സ്മോക്കിംഗ് ഇസ് ഇൻജൂറിയസ് ടു യുവർ ഹെൽത്ത്, ക്യാൻ കോസ് ഓറൽ ക്യാൻസർ എന്ന് എഴുതിയിരിക്കുന്ന ഹെൽത്ത് ഹസാർഡ് വാർണിംഗ് അവഗണിക്കുമ്പോഴാണ് നമുക്ക് ഓറൽ ക്യാൻസറിലേക്ക് ഒരു വഴി തിരിയുന്നത്, അല്ലെ? അതേപോലെ തന്നെ വായിലുണ്ടാവുന്ന ഏതെങ്കിലും ഒരു ചെറിയൊരു പുണ്ണ് അത് ഡോക്ടറെ കാണിക്കാതെ വെച്ചുകൊണ്ടിരുന്ന് നമുക്ക് അതൊരു വലിയ മെലിഗ്നൻസിയിലേക്ക് എത്തുമ്പം ആ അവഗണനയാണ് നമ്മുടെ അടുത്ത പരാജയം. അതേപോലെ തന്നെ നമുക്ക് എന്താണ് ഒരു പ്രീ മെലിഗ്നന്റ് ലീഷൻ, അതായത് വായിലുണ്ടാവുന്ന പലതരം സിംറ്റംസ്, വെള്ളപ്പാടുകളാവാം, വാ തുറക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെ ഒരുപാട് തരം പ്രീ മെലിഗ്നന്റ് ലീഷൻസ് നമ്മൾക്ക് കണ്ടെത്താനും അത് കൊണ്ടുപോയി ഒരു ഡോക്ടറെ കാണിച്ച് അത് ക്യാൻസർ ആണോ അതോ അതിനെന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ, മെഡിക്കലി നമുക്ക് അതിനെ മാനേജ് ചെയ്യാൻ കഴിയും, പല മരുന്നുകളും കഴിച്ച് നമുക്ക് അതിനെ മാറ്റി അല്ലെങ്കിൽ സർജിക്കലി ആ ഒരു വെള്ളപ്പാടുകൾ റിമൂവ് ചെയ്ത് അത് ക്യാൻസർ ആവാതെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയും. പക്ഷെ അത് ചെയ്യാതെ നമ്മൾ കാണിക്കുന്ന അവഗണന അതാണ് അതിനെ ഓറൽ ക്യാൻസർ എത്തിക്കുന്നത്. അപ്പം ഈ ഒരു അവസരത്തിൽ, അതായത് ഇത് തന്നെയാണ് നമ്മുടെ ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാനുള്ളതും. അതായത് ഓറൽ ക്യാൻസർ ഇസ് എ ഹൈലി പ്രിവെന്റബിൾ ആൻഡ് ക്യൂറബിൾ ഡിസീസ് ആൻഡ് അത് ഓരോരുത്തർക്കും ഓറൽ ക്യാൻസർ, അതായത് ക്യാൻസർ എന്ന് പറയുന്നത് ഒരു വേറിട്ട അനുഭവമാണ്. അത് ക്യൂറബിൾ ആണെങ്കിൽ കൂടി ഓരോരുത്തർക്കും ഉണ്ടായ അനുഭവം എന്ന് പറയുന്നത് ഡിഫറെന്റ് തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ ഈ അവസരത്തിൽ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും, ദാറ്റ് ഓറൽ ക്യാൻസർ ഇസ് എ വെരി ഹൈലി പ്രിവെന്റബിൾ ഡിസീസ് ആൻഡ് അറ്റ് ദ സെയിം ടൈം അറ്റ് എ വെരി ഏർലി ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ക്യൂറബിൾ ഡിസീസ് ഓൾസോ. അപ്പൊ 2025 മുതൽ 27 വരെയുള്ള നമ്മളുടെ മോട്ടോ എന്ന് പറയുന്നത് ഇസ് യുണൈറ്റഡ് ബൈ യുണീക്നെസ് ആണ്. അതായത് ഓരോ ക്യാൻസർ വന്ന രോഗികൾക്കും അവരവരുടേതായിട്ടുള്ള വേറിട്ട അനുഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഇൻ ദ ഹോൾ സിനേറിയോ ഇസ് ദ പേഴ്സൺ ഇറ്റ് സെൽഫ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവരുടെ ഒരു വിൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ക്യാൻസറിന്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ബാക്കി ഒരു അസുഖങ്ങൾക്കും നമ്മൾ സർവൈവർ എന്ന് വിളിക്കാറില്ല, പക്ഷെ നമ്മൾ ക്യാൻസർ രോഗികളെ നമ്മൾ ക്യാൻസർ സർവൈവർ എന്ന് വിളിക്കാറുണ്ട്. കാരണം അത്രയും ഫിസിക്കൽ, മെന്റൽ ആൻഡ് എല്ലാ രീതിയിലുമുള്ള സ്ട്രെങ്ത് ഇസ് വെരി മച്ച് റിക്വയർഡ് ഫോർ ക്യാൻസർ പേഷ്യന്റ്. അപ്പോൾ ഈ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ ദിനം ഒബ്സർവ് ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സ്വയം മനസ്സിലാക്കുക എന്തൊക്കെയാണ് ഈ ഓറൽ ക്യാൻസർ, വായിലെ ക്യാൻസർ ഉണ്ടാവാനുള്ള കാരണങ്ങളെന്നും അതെങ്ങനെയാണ് സ്വയം ഡിറ്റക്ട് ചെയ്യാമെന്നും ഒട്ടും താമസമില്ലാതെ എങ്ങനെയാണ് ഒരു മെഡിക്കൽ പ്രൊഫഷണലെ നമ്മൾ സമീപിക്കേണ്ടതെന്നും സ്വയം മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഈ കിട്ടിയ അറിവുകൾ നമ്മൾ മറ്റൊരാളോട് കമ്മ്യൂണിറ്റിയിലേക്കും കൂടെ സ്പ്രെഡ് ചെയ്യുക ബൈ വേർഡ്. ചിലപ്പോൾ നിങ്ങളുടെ നെയ്ബർഹുഡിലായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വർക്ക് സ്പേസിലായിരിക്കാം. ഇതൊരു 2-3 പേരോടെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൊസൈറ്റിയിലേക്കുള്ള ഒരു ഓറൽ ക്യാൻസറിന്റെ ഒരു ബർഡൻ ഒരുപാട് എമൗണ്ടിലേക്ക് കുറയും. അപ്പം അതാണ് നമുക്ക് ഈ ഒരു ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ ഡേയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒരു ക്യാൻസർ ഫ്രീ വേൾഡിലേക്ക് നമുക്ക് നമ്മളുടെ അടുത്ത ജനറേഷനിലേക്കെങ്കിലും അടുത്ത ജനറേഷനിലേക്കെങ്കിലും നമുക്ക് എത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. താങ്ക് യു സോ മച്ച്.